ഏജന്റ് കിം റീആക്ടിവേറ്റഡ്. നമ്മുടെ നടൻ മറച്ചു വെച്ചേക്കുന്ന ഒരു രഹസ്യം സ്വന്തം മൂക്കോലും അതെന്താന്ന് അറിഞ്ഞൂടാ. ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പുതിയ കെ ഡ്രാമ. ഇതിലെ ഇമോഷണൽ ബിൽഡപ്പ്, പ്ലോട്ട് എല്ലാം ഒന്നിനൊന്നിന് മിച്ചം. അപ്പൊ എങ്ങനെ, നമുക്ക് നേരെ എപ്പിസോഡാണ്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മുടെ ആളെയാണ് കാണിക്കുന്ന. ആളാണ് കിം. ആളിങ്ങനെ നടന്നു വരുമ്പോ കാറിന്റെ അകത്തിരിക്കുന്ന ഒരാള് ആളുടെ ദേഹത്ത് സിഗരറ്റ് ഇടാണ്. ആളൊന്ന് നോക്കുന്നു, എന്താ, ആൾ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. എന്നിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവര് തന്നെ നല്ല സ്പീഡിന് വന്ന് ആളെ തെറിപ്പിച്ചിടുന്നു. അവിടെ നിന്ന്, നിന്റെ അടുത്താ പറയുന്നത്, അവിടെ നിൽക്കാൻ. ആരുടെയെങ്കിലും കാറിലിടിച്ച കുനിഞ്ഞിന്ന് പോയിക്കണം. എനിക്ക് കുഴപ്പമില്ല, സത്യമായിട്ടും കുഴപ്പമില്ല, നിങ്ങൾ പൊക്കോളൂ. നീ എന്താ കളിക്കുക? നിങ്ങൾ പൊക്കോളൂ, നിനക്ക് മരിക്കാൻ ആഗ്രഹമുണ്ടോ? അപ്പൊ ആളൊന്ന് നോക്കുകയാണ്. എന്നോട് ക്ഷമിക്കണം, ക്ഷമയ്ക്കുള്ള സമയമൊക്കെ ഇവിടെ കഴിഞ്ഞു, എന്നാലും ഞാൻ നിന്റെ ക്ഷമ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആളെ അടിച്ചിടുകയാണ്. എന്നിട്ട് അവരവിടെ നിന്ന് പോവുകയാണ്. ആള് കണ്ണാടി എടുത്തിട്ട് നടന്നു പോവുകയാണ്. അത് കട്ട് ചെയ്ത് നമ്മുടെ ആൾ അലാറം കേട്ട് ഉറക്കത്തിൽ നിന്ന് എണീക്കുകയാണ്. അരി എടുത്തിട്ട് വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞെടുത്ത് പല്ലേച്ച് റെഡിയായി മോളുടെ യൂണിഫോമും തേച്ച് ആളെല്ലാം അവിടെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. മിഞ്ചി എണീക്ക്. ആള് തട്ടി വിളിക്കുന്നു. മതി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെന്ന് പറഞ്ഞ എന്താ, നീ ഒരു ഹൈസ്കൂൾ സ്റ്റുഡന്റ് ആണ്. ആള് വീണ്ടും പോയി കിടക്കാണ്. മിഞ്ചി. അങ്ങനെ ആള് റെഡി ആവുകയാണ്. ഇവിടെ നമ്മുടെ ആള് സ്കൂളിന് വേണ്ടിയുള്ള ഒരു നോട്ടീസ് എഴുതുന്നുണ്ട്. അതില് അമ്മയുടെ ഭാഗത്തും സിബ്ലിങ്സിന്റെ ഭാഗത്തും ആൾ ക്രോസ് ചെയ്യാണ്. മിഞ്ചി, എനിക്ക് നിന്റെ ഒരു ക്ലോസ് ഫ്രണ്ടിന്റെ നമ്പർ വേണം. ആളൊന്ന് ആലോചിച്ചിട്ട് പറയാണ്, ഹേറോ എന്ന് പറഞ്ഞ ആള് നമ്പർ പറഞ്ഞു കൊടുക്കുന്നു. മതി, ഞാൻ ഇപ്പോഴേ ലേറ്റ് ആയി, ഞാൻ പോവട്ടെ, സൂക്ഷിച്ചു പോണേ. ആളുടെ ഫോണിലും ആ നമ്പർ അടിച്ചിട്ടാണ്. എന്നിട്ട് ആള് ബസ് കത്തിക്കുമ്പോഴാണ് ഒരാൾ വരുന്നത്. നിന്റെ അച്ഛൻ എങ്ങനെയുണ്ട്? എന്ത്, ഇന്നലെ ആ ഗുണ്ടകള്? ഒന്നുമില്ല. ഈ യൂണിഫോം ഒന്ന് ശരിയാക്കാത്ത എന്താ, എന്റെ കൊണ്ട് വന്നാ മതി. അത് കുഴപ്പമില്ല, എന്റെ ബസ് ഒന്ന്, ഞാൻ പോട്ടെ. അങ്ങനെ ആള് ബസ്സിന്റെ ഉള്ളിൽ നോക്കുമ്പോ ഒരാൾ അവിടെ ഉണ്ട്. ആള് അത് നോക്കി ചിരിച്ച് ബസ്സിലോട്ട് കയറുകയാണ്. ഇവളുടെ യൂണിഫോം എപ്പോഴും ഇങ്ങനെ തേച്ച് മിനിക്കുകയാണല്ലോ ഇരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ആൾ ഇറങ്ങുന്നു. മിസ്റ്റർ കിം, നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഞാൻ കണ്ടായിരുന്നു ആ ഗുണ്ടകളെ, പക്ഷെ എനിക്ക് വരാൻ പേടിയായിരുന്നു. നിനക്ക് അറിയാലോ, ഞാനും അങ്ങനെ ചെയ്യത്തോളായിരുന്നു. ഈ ഡ്രൈ ക്ലീനിങ് ഇവിടെ ഉണ്ടായിട്ട് ഒരു വട്ടം പോലും എന്റെ അടുത്ത് കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഇങ്ങനെ അങ്ങ് പോവല്ലേ, ഞാൻ അടുത്ത വട്ടം തരാം. ഇല്ല, ഇപ്പൊ തന്നെ വന്നോ? എനിക്ക് സമയമില്ല. ആള് പോവാണ്. അച്ഛനും മോളും ഒരേപോലെ. അത് കട്ട് ചെയ്ത് ഒരു സൈക്കിള് മുമ്പിൽ വന്ന് ബസ് ബ്രേക്ക് പിടിക്കുകയാണ്. വീഴാൻ വന്ന മിഞ്ചിയെ നമ്മുടെ ആള് പിടിക്കുകയാണ്. രണ്ടുപേരും നോക്കുവാണ്. ഇവിടെ നമ്മുടെ ആള് തിരക്ക് പിടിച്ച ബസ്സിൽ നിന്ന് പോവുകയാണ്. ഇവിടെ മിഞ്ചി പതിയെ അവനെ ഒന്ന് നോക്കുന്നു. അവൻ പെട്ടെന്ന് ഇവളെ നോക്കാണ്. ഇവള് അപ്പോഴേ മുഖം മാറ്റുന്നു. ആളൊന്ന് ചിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ആള് ഓഫീസിൽ വന്ന് വർക്കൊക്കെ ചെയ്യാണ്. അപ്പൊ ആൾക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നി. നേരെ മാനേജറിന്റെ അടുത്ത് കൊണ്ടുപോവാണ്. സർ, ഇതെല്ലാം കോർപ്പറേറ്റ് കാർഡിൽ നിന്നുള്ള ചാർജസ്. വെനസ്ഡേയില് ചൈനീസ് ഫുഡിന് വേണ്ടി 5000 ആണ് ചാർജ് ചെയ്തത്. അതുകൊണ്ട് സാർ അന്നത്തെ ദിവസം ലീവായിരുന്നു. അതുമല്ല, അങ്ങനെ ഒരു റെസീപ്റ്റും ഇല്ല. മിസ്റ്റർ കിം, നിങ്ങൾ ഒരുപാട് മീൻ കഴിക്കാറുണ്ടോ? നിന്റെ ഓർമ്മ എങ്ങനെ ഇത്ര ഷാർപ്പായിരിക്കുന്നത്? ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ട്. അയിലയാണ് എന്റെ ഫേവറേറ്റ്. അത് കഴിക്കുന്നത് നിർത്തിയിട്ട് റൂൾസ് ഒക്കെ ഒന്ന് തെറ്റിക്കാൻ പഠിക്കട്ടോ. കമ്പനിയുടെ ഡിന്നർ ചെലവാന്നങ്ങ് എഴുതി വെച്ചോ. അപ്പൊ ആളെ നോക്കിയിട്ട് പറയാണ്, ഓക്കെ സർ, അങ്ങനെ എഴുതാം. അപ്പൊ ആള് ഇന്നലെ അടി കൊണ്ടതിരുന്ന് ആലോചിച്ച് സ്വയം രക്ഷയ്ക്കുള്ള ഐറ്റംസ് സെർച്ച് ചെയ്ത് നോക്കാണ്. അപ്പോ പുറകിൽ ഒരാൾ വന്നിട്ട് പറയാണ്, സ്വയം രക്ഷയ്ക്കുള്ള ഐറ്റംസോ? എന്താ സാങ്ങ, എന്തെങ്കിലും പറ്റിയോ? എന്താ ഇത് സെർച്ച് ചെയ്യുന്നേ? ഒന്നുമില്ല. മിസ്റ്റർ ക്യാങ്ങിനെതിരെ പൊരുതാനാണോ? എന്റെ സ്ഥലം അത്രയ്ക്ക് സേഫ് അല്ല. ഇത് നോക്കിയേ, ഇത് ഉപയോഗപ്പെടുത്തില്ലേ? ഇത് കിമ്മിന് വേണ്ടിയാണോ? ഇത് പെണ്ണുങ്ങൾക്കുള്ളതല്ലേ? മിഞ്ചിയുടെ ബർത്ത്ഡേ വരാൻ പോവോ? മോക്ക് വേണ്ടിയോ? അവക്ക് എത്ര വയസ്സുണ്ട്? അവളൊരു ഹൈസ്കൂൾ ജൂനിയർ. അവളടുത്തൊന്ന് ചോദിക്കാത്ത എന്താ, അവക്ക് എന്താ വേണ്ടേന്ന് എനിക്ക് ചോദിക്കണമെന്നുണ്ട്. പക്ഷെ അവൾ ഈ ഇടയ്ക്കായിട്ട് എന്റെ അടുത്ത് സംസാരിക്കാറില്ല. അതൊന്നും മൈൻഡ് ആക്കണ്ട, എല്ലാ പിള്ളേരും ഈ സമയം ഇങ്ങനെ തന്നെ. അവളുടെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നോക്കേ വേണ്ടായിരുന്നു. ഞാനൊരു ഗിഫ്റ്റ് ചൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം. ശരിക്കും നമുക്ക് വർക്ക് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. നമ്മൾ 6 മണിക്ക് ഇറങ്ങുവേ. അത് കട്ട് ചെയ്ത്, എന്തോ മിഞ്ചി, നിന്റെ സ്പോർട്സ് ക്ലോത്ത് ഒന്നതാ. ഞാൻ എപ്പോഴും അത് തപ്പി പിന്നെ നടക്കണം. എന്താ, നമ്മള് ഫ്രണ്ട്സ് അല്ലേ? അങ്ങനെ ആള് സ്പോർട്സിന്റെ ഉടുപ്പ് കൊടുത്തു വിടാണ്. അപ്പോ കുറച്ച് ഗേൾസ് അങ്ങോട്ട് വരുന്നുണ്ട്. വല്ലപ്പോഴൊക്കെ ആ ഉടുപ്പൊന്ന് കഴുകാൻ നോക്ക്. ആളുടെ പൗച്ചും തെറിപ്പിച്ചിട്ടാണ്. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ഒരു ഗേളിന്റെ അടുത്ത് പോവാണ്. ആളാണ് ഹേറി. ഈ ക്ലിപ്പ് ഉണ്ടോ, എന്ത് വിലയാന്നറിയാവോ ഇതിന്? അപ്പോ മിഞ്ചി ഹേരി ഒന്ന് നോക്കാണ്. ഇവളെന്താ ഇങ്ങനെ? അപ്പൊ അങ്ങോട്ട് ഇന്ന് രാവിലെ കണ്ട ആള് വരെയാണ്. നമോൻ വന്നു. നോക്കി, അവൻ ഹേരിക്ക് വേണ്ടിയാ വന്നത്. ആള് നേരെ വന്ന് ഹേരിട്ട് പറയാണ്, ഹേരി, നമുക്കൊന്ന് സംസാരിച്ചാലോ? അങ്ങനെ അവരെ പോന്നു. ആള് മിഞ്ചി ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്നിട്ട് ആള് വാഷ്റൂമിൽ പോകുമ്പോ അവിടെ നിന്ന് സിഗരറ്റിന്റെ പുക വരുന്നത് കാണാം. അവിടെ നിന്ന് നേരത്തെ കണ്ട 2 ഗേൾസ് ഇറങ്ങിയവരാണ്. ഇവൾ ഇവിടെ ഉണ്ടായിരുന്നോ? നിങ്ങളുടെ ദേഹത്തുള്ള സിഗരറ്റിന്റെ സ്മെല്ല് എന്ത് മോശാന്നറിയാവോ? എന്താ നീ പറഞ്ഞേ? ഞാൻ നിന്റെ അടുത്ത് ചോദ്യം ചോദിച്ചു കേട്ടില്ലേ? എന്തോ നീ നോക്കുന്നേ? അപ്പോ ഹേരി വരുന്നു. മതി, ആ കൊള്ളാത്തവളെ ഇട്ട് കളിച്ചു. ഞാൻ എന്താ മോശമായി പോയെ? ഞാൻ ഉദ്ദേശിച്ചത് നിന്നെ തന്നെ ഒന്ന് നോക്ക്. നീ എന്ത് മോശ, നിന്നെ സഹതപിക്കാനല്ലേ തോന്നുന്നു. എന്നിട്ട് ആള് കളിയാക്കിക്കൊണ്ട് പോവുകയാണ്. ആളൊന്ന് മണത്ത് നോക്കുകയാണ് ആളെ
തന്നെ. ഇവിടെ കിം ജോലി കഴിഞ്ഞ് ഇറങ്ങുകയാണ്. ബാ നമുക്ക് പോവണ്ടേ? നേരത്തെ സീരിയസ് ആയിട്ടാ പറഞ്ഞ്. ആ കൊള്ളാം, എനിക്കൊരു ശല്യം ആവണ്ട, അതുകൊണ്ട് വേണ്ടെങ്കി വേണ്ട, അല്ലല്ല പോവാം. എന്നിട്ട് ഒരു സ്റ്റോറിലെത്തി നടക്കുവാണ്. എന്നിട്ട് സാങ് ആളെ ഒരു വലിയ ലൈനിൽ കൊണ്ട് നിർത്തിയിട്ട് പറയാണ്, ക്രെഡിറ്റ് കാർഡ് ഇങ്ങതാ. ക്രെഡിറ്റ് കാർഡോ? നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പോയാൽ നല്ല സമയമെടുക്കും. ഞാൻ മോക്ക് വേണ്ടിയുള്ള ഒരു ഗിഫ്റ്റ് വാങ്ങിക്കുമ്പോ ഇവിടെ ലൈനിൽ നിൽക്ക്. ഒരു വിൻ വിൻ സിറ്റുവേഷൻ. ഞാൻ DM വഴി സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട്, സമയം അതങ്ങ് എടുത്തേക്കണേ എന്ന് പറഞ്ഞ ആള് പോവാണ്. സ്ക്രീൻഷോട്ടോ? എന്റെ ഫോണിൽ ഞാൻ എങ്ങനെ സ്ക്രീൻഷോട്ട് കാണും? അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് ആളുടെ ടേൺ വരികയാണ്. 5 ലക്ഷം വേണോ സർ? നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യുക. അത് സാങ്ഹ എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് വേണ്ടിയുള്ളതാണ്. പേരല്ല, എനിക്ക് DM ആ വേണ്ടത്. DMോ? ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകണം. അപ്പൊ ആൾ ഓടി വന്ന് DM കാണിക്കുകയാണ്. എന്നിട്ട് ഇവിടെ ആള് വാങ്ങിച്ച ഗിഫ്റ്റ് തിരിച്ച് റീഫണ്ടിന് കൊടുക്കുകയാണ്. എന്താണ് മിസ്റ്റർ കിം, നിങ്ങളുടെ മോളുടെ ബർത്ത്ഡേ അല്ലേ? ഒരു മിനിറ്റ്, എനിക്ക് ഇപ്പോഴത്തെ ട്രെൻഡ്സ് എല്ലാം അറിയാം. ഞാൻ പറയുന്നത് കേട്ട് ഇതങ്ങ് വാങ്ങിക്കേ. ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് തന്നെ 5 ലക്ഷം കൊണ്ട് ടീഷർട്ട് റീഫണ്ട് വേണം. എനിക്കറിയാം ഇത് എക്സ്പെൻസീവ് ആണ്, പക്ഷേ ഇതൊരു സീക്രട്ട് വെപ്പൺ ആണ്. ആ മോശമായ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മോശം അവസ്ഥയോ? ഇത്ര നാളും എന്റെ അച്ഛനായിട്ട് എനിക്ക് എന്ത് വാങ്ങിച്ചു തന്നു? പിന്നെ അതോടെ നിങ്ങളുടെ റിലേഷൻഷിപ്പേ തീർന്നു. അഥവാ അങ്ങനെ വരുവാണെങ്കിൽ എന്ത് പറയാം? ഞാൻ നിനക്ക് വേണ്ടി 5 ലക്ഷം കൊണ്ട് ടീഷർട്ട് വാങ്ങിച്ചു തന്നില്ലേ? ആളെ ടീഷർട്ട് ഒന്ന് നോക്കുകയാണ്. എന്റെ അച്ഛൻ എന്ത് കൂളാ എന്ന് പിള്ളേർ വരെ വിചാരിച്ചു. അത് കട്ട് ചെയ്ത് ആൾ ആ ടീഷർട്ട് വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് അത് ഒളിപ്പിച്ചു വെക്കുന്നു. ഇവിടെ മിഞ്ചി വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഇടാണ്. മിഞ്ചി, നീ എപ്പോഴാ വന്നേ? നീ എന്ത് ചെയ്യുക? മിഞ്ചി, ഞാൻ നിന്റെ അടുത്ത് സംസാരിക്കുന്നേ. ഇനി നിങ്ങളുടെ ഡ്രസ്സിന്റെ കൂടെ എന്റെ ഡ്രസ്സ് ഇടണ്ട. അങ്ങനെ ഇടുമ്പോഴേ എന്റെ ദേഹത്ത് വയസ്സായ ആൾക്കാരുടെ സ്മെല്ല്. എന്നിട്ട് ആളിങ്ങനെ നിൽക്കാണ്. ആ ശരി, എന്നാ ഇനി മുതൽ നിന്റെ തുണി നീ തന്നെ കഴിവിക്കോ. മിഞ്ചി ഒന്ന് നോക്കുകയാണ്. എന്നിട്ട് ആള് ഹേരിയുടെ ഇൻസ്റ്റ അക്കൗണ്ട് ഒക്കെ സ്റ്റോക്ക് ചെയ്യാണ്. ഓരോ ഫോട്ടോസ് നോക്കി ആൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ കൂട്ടത്തില് നംഹുനുമായിട്ടുള്ളൊരു ഫോട്ടോ ഇട്ടു. ആൾ അതിന്ന് നംഹുന്റെ അക്കൗണ്ടിൽ കയറുന്നു. അതില് ആൾ ഇട്ടേക്കുന്ന ഫോട്ടോ എല്ലാം നോക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് അറിയാതെ ആളുടെ കൈ തട്ടി പോസ്റ്റ് ലൈക്ക് ആവുന്നത്. അത് അൺലൈക്ക് ആക്കാനും പറ്റുന്നില്ല. അപ്പോഴേ മെസ്സേജ് വരുന്നു. ആരാ ഇത്? ആൾ എന്ത് ചെയ്യണോന്ന് അറിയാൻ വയ്യാതെ അവിടെ കിടക്കുവാണ്. എന്നിട്ട് ആൾ ഇറങ്ങി വരുമ്പോഴാണ് കിം അവിടെ കിടന്ന് ടിവിയും കണ്ട് ഉറങ്ങിക്കഴിഞ്ഞ്. അച്ഛാ, പോയി കിടന്നുറങ്ങ്. എന്താ മോളെ, പോയി ഉറങ്ങ്. എന്നിട്ട് ആള് പറയാണ്, അച്ഛാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ പാത്രം കഴുകാൻ മറന്നുപോയി, അത് രാവിലെ ചെയ്യാം, പോയി കിടന്നുറങ്ങ്. ശരി, നീയും ഉറങ്ങണേ. അങ്ങനെ കിം ഉറങ്ങാൻ പോവാണ്. ആൾക്ക് പറയാൻ വന്നത് പറയാനും പറ്റിയില്ല. അത് കട്ട് ചെയ്ത് ആള് രാവിലെ എണീറ്റ് ഡിഷൊക്കെ കഴുകാൻ വരുമ്പോഴാണ് അത് ഓൾറെഡി കഴുകി വെച്ചു. ഇവക്കിത് എന്ത് പറ്റി? എന്നാ ഇന്നിവരുടെ ഫേവറേറ്റ് തന്നെ ഉണ്ടാക്കി കൊടുക്കാം. അത് കട്ട് ചെയ്ത് ഇവിടെ മിഞ്ചി സ്പോർട്സ് ക്ലോത്ത് തപ്പുവാണ്. കാണുന്നില്ല. അതിന്റെ ഇടയ്ക്ക് ഇവര് 3 പേരും മിഞ്ചി കളിയാക്കിക്കൊണ്ട് പോകുന്നുണ്ട്. ആള് ഫ്രണ്ടിനോട് എന്ന് ചോദിക്കുന്നു, ഞാൻ നിനക്കൊന്ന് ഉടുപ്പെന്തി? അത് ഞാൻ നിന്റെ ഡെസ്കിൽ വെച്ചല്ലോ. ആള് ക്ലാസ്സിൽ വരുമ്പോഴാണ് ഒരാള് പറയുന്നത്, മിഞ്ചി ഡസ്റ്റ്ബിൻ നോക്കണേ. ആള് ഡസ്റ്റ്ബിൻ നോക്കുമ്പോഴാണ് ആ ഉടുപ്പ് ഫുള്ള് കറയാക്കി അത് ഡസ്റ്റ്ബിനിൽ ഇട്ടേക്കാണ്. ആള് കരച്ചില് പിടിച്ചു നിർത്തുവാണ്. അങ്ങനെ ആള് യൂണിഫോം ഇല്ലാതെ നടന്നു വരുമ്പോഴാണ് നംഹൂനെ കാണുന്നത്. ആള് അങ്ങ് നടന്നു പോവാണ്. നംഹൂൻ ആ യൂണിഫോം ഇട്ട് കൊടുക്കുന്നു. ആളൊന്ന് നോക്കുന്നുണ്ട്. ഞാനിപ്പോ വോളിബോൾ കളിച്ചതേ ഉള്ളൂ, ചിലപ്പോ വീർപ്പിന്റെ സ്മെല്ല് കാണും. ആളതൊന്ന് നോക്കുകയാണ്. ആള് അതോട്ട് സ്പോർട്സ് കളിക്കാൻ കയറി വരികയാണ്. മിഞ്ചി ഇങ്ങോട്ട് വന്നേ. ഇതെന്താ പകുതി യൂണിഫോം? പാന്റ് എന്തിയെ? കിം നംഹൂനോ? അവൻ നിനക്ക് തന്നതായത്? അപ്പോ ഹെയ്രിയും ബാക്കിയുള്ള ഗേൾസും ഇവിടെ നോക്കുന്നുണ്ട്. അത് കട്ട് ചെയ്ത് തായ്ക്കൊണ്ടോ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് കാണിക്കുന്നത്. അവിടെ ഒരാള് സ്റ്റുഡൻസിനെ തായ്ക്കൊണ്ടോ ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. പ്രോപ്പർ മൈൻഡ്, പിള്ളേർ കിക്ക് ചെയ്യും. പ്രോപ്പർ ബോഡി, പ്രോപ്പർ പോസ്ചർ, പ്രോപ്പർ. ആക്ക് ബാക്കി എന്താ പറയണ്ടേന്ന് ഓർമ്മ വരുന്നില്ല. പ്രോപ്പർ. അപ്പൊ ഈ ചെറുക്കാൻ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ ആളുടെ സ്ഥാനത്തിട്ടോ ചവിട്ടാണ്. ഇന്നത്തേക്ക് ഇത്രയും മതി, നമുക്ക് കളിക്കാം. അങ്ങനെ എല്ലാവരും കൂടി കളിക്കാൻ പോവാണ്. അത് കട്ട് ചെയ്ത് ട്രാഫിക് ബ്ലോക്കിന്റെ അവിടെ വണ്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. ഇയാൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞു? ഇല്ലല്ലോ. ആള് കാര്യമായിട്ട് നിന്ന് വണ്ടികളൊക്കെ പറഞ്ഞു വിടുകയാണ്. പിള്ളേരെ ക്രോസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് തള്ളുവണ്ടി കൊണ്ട് വരുന്ന ആളെ അത് കൊണ്ടുപോയി ഹെൽപ്പ് ചെയ്യാൻ. എനിക്ക് അതുവഴിയല്ല പോകണ്ട, ഈ വഴിയാ. ആൾ ഏതോ ഒരു വഴി കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ഇയാളിതിന് മോഷ്ടിക്കുവാണോ? എന്നിട്ട് ആള് നടക്കുകയാണ്. അപ്പൊ വോയിസ് ഓവർ കേൾക്കാം. എന്ത് സുഖവ ആൾക്കാർക്ക് എന്നെ ആവശ്യമുള്ളപ്പോ, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ സഹായിക്കാൻ. ഇത്ര കഷ്ടപ്പെട്ട സമയത്തും ബാക്കിയുള്ളവരെ സഹായിക്കാൻ എന്ത് സുഖവ. ഞാൻ എല്ലാവർക്കും ഒരു പ്രകാശമായിരിക്കും. ഇന്ന് നീ നല്ലോണം ചെയ്തു ജിൻസിയോൾ. ആളുടെ പേര് ജിൻസിയോൾ എന്നാണ്. എന്നിട്ട് ആള് റൂമിൽ കയറി പതിയെ ജനലൊക്കെ അടച്ച് എല്ലാരും റെഡി ആയിക്കോ, ഞാൻ ലീഡ് ചെയ്യാൻ പോവാ എന്ന് പറഞ്ഞ് ആള് ഗെയിം കളിക്കുകയാണ്. അപ്പൊ അങ്ങോട്ട് നമ്മുടെ തായ്ക്കൊണ്ട മാസ്റ്റർ വരുന്നുണ്ട്. ആള് വിളിച്ചിട്ടൊന്നും കഥ തുറക്കുന്നില്ല. ഇവിടെ ഗെയിമിന്റെ ശ്രദ്ധയിലിരിക്കുവാണ്. അങ്ങനെ ആള് ചാടി കറങ്ങി വന്ന് കഥ തുറക്കുവാണ്. അപ്പൊ നമ്മുടെ ആളൊന്ന് പേടിക്കുന്നുണ്ട്. ഞാനൊന്ന് ചവിട്ടിയതേ ഉള്ളൂ, എന്റെ കാല് വേദനിക്കുന്നു. എന്താ നോക്കുന്ന? നിന്റെ സീനിയറിന്റെ വിഷയം അറിഞ്ഞൂടെ? നിനക്ക് മര്യാദക്ക് കൊട്ടി തുറക്കാൻ അറിഞ്ഞൂടാ? ഇതെന്റെ കഥവിന്റെ ആണോ? ഞാൻ 12 വട്ടം കൊട്ടി, നീ കേട്ടില്ല? ഒരു തായ്ക്കൊണ്ട മാസ്റ്റർ ആയ കുറച്ച് മാനേഴ്സ് വേണം. അങ്ങനെ ആള് വീണ്ടും ഗെയിം കളിക്കാൻ ഇരിക്കുകയാണ്. അങ്ങനെ ഇയാൾ വന്ന് കമ്പ്യൂട്ടർ ഓഫ് ആക്കുന്നു. ഇന്ന് കിമ്മ് വാക്കും കഴിഞ്ഞിട്ട് വരും, നമുക്ക് അവനെ പോയി കാണാം. ഒരു പ്രധാനപ്പെട്ട ഗെയിം ആയിരുന്നു. വർഷത്തിൽ 1 വട്ടം കൂടാൻ പറ്റുന്ന സമയമായത്. അത് ഇന്നാണോ? അത് ഇന്നല്ലേ? ഞാൻ വയസ്സാവുന്നെന്നാ തോന്നുന്നു. ബാ, നമുക്ക് അവനെ പോയി കണ്ടു.
കണ്ടിട്ട് വരാം. പിന്നെ ഇതിന്റെ കാര്യം നീ എന്തോ ചെയ്യും? അത് തിരിച്ചു വെച്ചാൽ മതി. തിരിച്ചു വെച്ചാൽ കേറുമോ ഇത്? അത് കട്ട് ചെയ്ത് 3 പേരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ്. എനിക്ക് ഈ യൂണിഫോം കാണണ്ട, ഇവിടെ നിന്ന് മാറിയിരുന്നേ. ഞാൻ പിള്ളേരെ വീട്ടിൽ വിട്ടിട്ട് വരുന്ന വഴിയാ. നിന്നെ നോക്ക, നീ എന്തോ ഇട്ടേക്കുന്നത്? നമ്മള് രണ്ടുപേരും വെച്ച് നോക്കിയാൽ നീ ആ കണക്ക്. എന്റെ ജാക്കറ്റ് ഊരിയാലേ കണ്ട. ഓ അത് ദബിനല്ലേ? ഹലോ ദബിൻ, നിങ്ങൾക്കറിയാവോ ഞാൻ എന്റെ മോളെ മിസ് ചെയ്യുന്നുണ്ട് ഇത് ഇടുന്നു. അതാവുമ്പോ എനിക്ക് കണ്ണാടി നോക്കി എന്റെ മോള് വന്നെന്ന് പറയാലോ. എന്തോ നിന്റെ മോക്ക് നിന്നെ കുറിച്ച് അഭിമാനം ഇല്ല. അതോ ഞാൻ തല നേരെ വെച്ച് തരാം. നിനക്ക് ആ ഡോറ് പോലെ ആവണോ? നിനക്ക് നിന്റെ സ്ഥാനം അറിയണോ? എന്തുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കാണ്.